നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ അഗാധമായ അറിവിലേക്കും പ്രപഞ്ചശക്തികളുടെ വിന്യാസങ്ങളിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതമെന്നത് സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു യാത്രയാണ്. ചിലപ്പോൾ നമ്മൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും വിചാരിച്ച ഫലം ലഭിക്കാതെ വരാം. കടബാധ്യതകളും മാനസിക വിഷമങ്ങളും കുടുംബത്തിലെ അസ്വസ്ഥതകളും കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒട്ടനവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഭാരതീയ ജ്യോതിഷ പ്രകാരം പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും നക്ഷത്ര നാഥന്മാരുടെ മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താൻ പ്രപഞ്ചശക്തി വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് സാധിക്കും. തലവര തെളിയുക എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഗ്രഹങ്ങൾ അനുകൂലമായ സ്ഥാനങ്ങളിൽ വരികയും ശുഭയോഗങ്ങൾ ഒത്തുചേരുകയും ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അളവിൽ കഴിഞ്ഞ സമ്പത്ത് വന്നു ചേരും. ജ്യോതിഷത്തിൽ അപ്രതീക്ഷിത ധനലാഭം, ഭാഗ്യപരീക്ഷണങ്ങളുടെ വിജയം, മംഗളകാര്യങ്ങളുടെ സാക്ഷാത്കാരം, വേഗത്തിലുണ്ടാകുന്ന സമ്പാദ്യം എന്നിവയെല്ലാം ചില പ്രത്യേക ഗ്രഹങ്ങളുടെയും രാജയോഗങ്ങളുടെയും അടിസ്ഥാനമാക്കിയാണ് പ്രവചിക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ വലിയൊരു പ്രപഞ്ചമാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് നമ്മൾ. വരാൻ പോകുന്ന 23-ാം തീയതി, അതായത് നാളെ മെയ് മാസം 23-ാം തീയതി ശനിയാഴ്ച 9 സവിശേഷ നക്ഷത്രങ്ങളിൽ പിറന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലോട്ടറി സൗഭാഗ്യവും മഹാഭാഗ്യവുമാണ് കൈവരാൻ പോകുന്നത്. ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജാതകത്തിൽ അന്ന് തെളിയുന്നത് അതിശക്തമായ രാജയോഗമാണ്. അളവിൽ കഴിഞ്ഞ സമ്പത്ത് ഒറ്റയടിക്ക് കൈകളിലേക്ക് വന്നു ചേരുകയും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യങ്ങളും കഷ്ടപ്പാടുകളും അവസാനിക്കുകയും ചെയ്യാൻ പോകുന്ന സുവർണ ദിനമാണിത്. പ്രിയപ്പെട്ടവരെ, ഭാഗ്യമെന്നത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെയല്ല അനുഭവപ്പെടുക. ചിലർ ചെറിയ ശ്രമം നടത്തിയാൽ പോലും വലിയ നേട്ടങ്ങൾ സ്വന്തമാകും. എന്നാൽ മറ്റു ചിലർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പണിയെടുത്താലും കടത്തിലാണ്ടു പോവുകയാണ് പതിവ്. ഇതിന് കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ സമയദോഷമാണ്. എന്നാൽ ആ സമയദോഷങ്ങൾ മാറി പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു നല്ല സമയം വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അവിശ്വസനീയമായ കാര്യങ്ങൾ തന്നെയായിരിക്കും. കണ്ണു ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് ഒരു രാജാവിനെ പോലെ ജീവിക്കാനുള്ള ഭാഗ്യമാണ് ഈ പറയുന്ന 9 നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ഈ 9 നക്ഷത്രക്കാരിൽ ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ മെയ് 23 ശനിയാഴ്ച നിങ്ങളുടെ കുടുംബത്തെ തേടി ഒരു വലിയ സൗഭാഗ്യം എത്തും. ഈ അധ്യായത്തിലൂടെ ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ലോട്ടറി ഭാഗ്യവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഭാഗ്യസംഖ്യകൾ ഏതാണെന്നും ഭാഗ്യത്തെ കൂടുതൽ ആകർഷിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങൾ, വസ്ത്രധാരണം, ക്ഷേത്രദർശനം എന്നിവ എന്തൊക്കെയാണെന്നും വളരെ വിശദമായി നാം ഇവിടെ പരാമർശിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുമ്പോൾ നാം അതിനെ നെഗറ്റീവായി സമീപിക്കരുത്. നാം എന്നും പറയുന്ന കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നെഗറ്റീവ് ഊർജ്ജമുണ്ടാവാം. ആ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം അല്പം നെഗറ്റീവായി മാറിയേക്കാം. എന്നാൽ ആ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന നല്ല കാര്യങ്ങളെ ഒരുപക്ഷെ പിറകോട്ട് വലിച്ചേക്കാം. അതുകൊണ്ടാണ് നാം ഈ കാര്യങ്ങൾ വീണ്ടും സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും നിത്യജീവിതത്തിൽ കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക് പോലുള്ള ധാരാളം നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാവും. അതിനു പുറമെ അഭിചാരം പോലുള്ള നെഗറ്റീവ് ക്രിയകളാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില ദുഷ്ടശക്തികളും, നാം സമൂഹത്തിൽ കാണുന്ന പല അപകടങ്ങൾക്ക് പിന്നിലും പല ദുഷ്പ്രവൃത്തികൾക്ക് പിന്നിലും ഇത്തരം നെഗറ്റീവ് ഊർജ്ജമാണ്. സാധാരണയായ സാധുവായ മനുഷ്യരിൽ പോലും നെഗറ്റീവ് ഊർജ്ജം പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ വല്ലാത്ത ക്രൂരനായി മാറ്റും. അത്തരം നെഗറ്റീവ് ഊർജ്ജത്താൽ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. അതിനെ നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കി ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്താൽ ബുദ്ധിമുട്ടുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലും ധാരാളം ഉണ്ടാവും. അത്തരം ആളുകളിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഷെയറിലൂടെ അവർക്ക് നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാകുവാനും അവരുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് ഊർജ്ജങ്ങളും ഇല്ലാതാക്കി സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. നിങ്ങളുടെ നിഷ്കളങ്കമായ പ്രവൃത്തിയും നിസ്വാർത്ഥമായ മനസ്സും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. ഈ ഒരു അധ്യായം കേൾക്കുന്ന എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുക. ഇനി നമുക്ക് ഇന്ന് പുലർച്ചെ പ്രശ്നത്തിൽ കണ്ട ഭാഗ്യത്തിൻ്റെ തേരിലേറി സ്വർഗ്ഗതുല്യമായ ജീവിതം നയിക്കാൻ പോകുന്ന ഭാഗ്യനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ വരുന്നത് അശ്വതി നക്ഷത്രമാണ്. നക്ഷത്രങ്ങളിൽ തന്നെ ഏറ്റവും ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാരാണ്
നക്ഷത്രക്കാരാണ് ഈ പട്ടികയിൽ ഒന്നാമതായി വരുന്നത്. ഇന്ന് ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അശ്വതി നക്ഷത്രക്കാരിൽ പലരും ജീവിതത്തിലെ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഭാഗ്യം ജീവിതത്തിൽ വന്നിരുന്നെങ്കിലെന്ന് മനസ്സുകൊണ്ട് അതിയായി ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അത്രയധികം പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമാണ് നിങ്ങളിപ്പോൾ നേരിടുന്നത്. എന്നാൽ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കാൻ പോകുന്നതാണ്. സാധാരണഗതിയിൽ ലോട്ടറി സൗഭാഗ്യം ലഭിക്കുന്നതിന് മുൻപായി ചില സൂചനകൾ പ്രപഞ്ചം നൽകും. ഈ രീതിയിൽ തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോ നിങ്ങൾക്ക് വളരെ നാളുകളായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒരു ഫോൺ സന്ദേശം വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശുഭവാർത്ത നിങ്ങളുടെ കാതുകളിൽ വന്നു ചേരുകയോ ചെയ്യുന്നത് വലിയൊരു ഭാഗ്യ സൂചനയാണ്. അതുമാത്രമല്ല, മെയ് 23 ശനിയാഴ്ച രാവിലെ നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു പോസിറ്റിവിറ്റി അനുഭവപ്പെടുകയും ക്ഷേത്ര ദർശനം നടത്തണമെന്ന അതിയായ ആഗ്രഹം മനസ്സിൽ തോന്നുകയും ചെയ്താൽ അത് പ്രപഞ്ചം നൽകുന്ന ശുഭ സൂചനയായി മനസ്സിലാക്കാം. നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 7, 16, 25 എന്നിവയാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിക്കുകയും ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കും. നിങ്ങൾ അന്നേ ദിവസം ഇളം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഇന്ന് നിങ്ങൾ ഈ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് അതീവ ശുഭകരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായി ഈ മഹാഭാഗ്യം തേടിയെത്തുന്നത് മകൈര നക്ഷത്രക്കാരെയാണ്. മകൈര നക്ഷത്രത്തിൽ ജനിച്ച പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനക്കേട് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. കയ്യിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ സമൂഹത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും ചില്ലറയല്ല. ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നത് കടുത്ത സാമ്പത്തിക ബാധ്യതകളാണ്. സാമ്പത്തികമായി വല്ലാതെ തകർന്നിരിക്കുന്ന അത്തരം വ്യക്തികൾക്കാണ് ഈ സൗഭാഗ്യം വലിയൊരു തുണയാവാൻ പോകുന്നത്. ഈ ദിവസമോ അല്ലെങ്കിൽ ഇതിന് മുൻപ് കടന്നുപോയ ദിവസങ്ങളിലോ നിങ്ങൾക്ക് സ്വപ്നത്തിൽ ജലം, ക്ഷേത്രം അല്ലെങ്കിൽ കത്തുന്ന വിളക്ക് എന്നിവ കാണാൻ സാധിച്ചുവെങ്കിൽ അത് വളരെ വലിയൊരു ഭാഗ്യ സൂചനയാണ്. മാത്രമല്ല, ജീവിതത്തിൽ നിലനിന്നിരുന്ന പഴയ തടസ്സങ്ങൾ മാറുന്നതായി അനുഭവപ്പെടുകയും മനസ്സിന് വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുകയും ചെയ്യുന്നത് അതും ശുഭ സൂചന തന്നെയാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 3, 12, 21 എന്നിവയാണ്. ഇന്നേ ദിവസം നിങ്ങൾ ഒരു ശിവക്ഷേത്രം സന്ദർശിച്ച് ഭഗവാന് മുന്നിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങളിലേക്ക് കൂടുതൽ ഭാഗ്യങ്ങൾ വരാൻ കാരണമാകും. നിങ്ങൾ ഈ ഒരു ദിവസം, അതായത് ശനിയാഴ്ച, മകൈര നക്ഷത്രക്കാർ കറുപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുക. ഈ വസ്ത്രധാരണത്തോടുകൂടി നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരമായ കാര്യമാണ്. മൂന്നാമതായി നമുക്കിന്ന് പ്രശ്നത്തിൽ പുലർച്ചെ കാണാൻ സാധിച്ചത് പുണർദം നക്ഷത്രക്കാരെയാണ്. പുണർദം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾ ജീവിതത്തിൽ അവനുഭവിച്ച അത്ര ദുരിതങ്ങൾ ഒരുപക്ഷെ മറ്റൊരു വ്യക്തിയും അനുഭവിച്ചു കാണില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് സാമ്പത്തിക തകർച്ച മാത്രമല്ല ഉള്ളത്, ദാമ്പത്യ ജീവിതത്തിലെ പരാജയങ്ങളും കുടുംബത്തിൽ അസ്വസ്ഥതയില്ലാത്ത അവസ്ഥ, എപ്പോഴും കഷ്ടപ്പാടുകൾ മാത്രമാണ് അനുഭവത്തിൽ വരുന്നത്. ഇനി എന്തെങ്കിലും ഒരു നല്ല കാലം വരുമോ എന്നുള്ള സംശയത്തോടെ മാത്രം ചിന്തിക്കുന്ന അവസ്ഥയിലൂടെ പുണർദം നക്ഷത്രക്കാർ ഈ കടന്നു പോകുന്നത്. ഈ കഷ്ടതകൾ അനുഭവിക്കുന്ന പുണർദം നക്ഷത്രക്കാർക്കാണ് ഈ രാജയോഗം കടന്നു വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഭാഗ്യലക്ഷണമായി വഴിയിൽ കിടന്ന് അപ്രതീക്ഷിതമായി നാണയങ്ങൾ കിട്ടുകയോ അല്ലെങ്കിൽ വളരെ നാളായി തടസ്സപ്പെട്ടു കിടന്ന ചെറിയ തുകകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നുചേരുകയോ ചെയ്യുകയാണെങ്കിൽ അത് വരാൻ പോകുന്ന വലിയ ഭാഗ്യത്തിൻ്റെ അടയാളമാണ്. കൂടാതെ ഈ വിവരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന് എല്ലാ കാര്യങ്ങളും പറ്റിയും ഒരു പോസിറ്റീവ് ചിന്തയും ആത്മവിശ്വാസവും തോന്നുന്നുണ്ടെങ്കിൽ അതും ഭാഗ്യം തുണക്കുമെന്നതിൻ്റെ സൂചന തന്നെയാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 5, 14, 23 എന്നിവയാണ്. നിങ്ങൾ ഈ ഒരു ദിവസം ഒരു മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുക. ഭഗവാന് മുന്നിൽ മനമുരുകി പ്രാർത്ഥിക്കുകയും വേണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട ഭാഗ്യങ്ങളെ നിങ്ങളിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കും. നിങ്ങൾ ഇന്നേ ദിവസം, അതായത് ഈ ശനിയാഴ്ച ദിവസം, പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ ശുഭകരമായ കാര്യമാണ്. നാലാമതായി, ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു കോടീശ്വര യോഗം അനുഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ മകം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ കുടുംബത്തിൽ മകം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശനിയാഴ്ച നിങ്ങളുടെ വീട് സമ്പന്നം കൊണ്ട് നിറയും. നിലവിൽ മകം നക്ഷത്രക്കാർക്ക് വല്ലാത്ത സാമ്പത്തിക ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വലിയ എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിക്കുകയും അതിൽ നിന്ന് കരകയറുവാൻ പറ്റാത്ത സാഹചര്യവുമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഈ രാജയോഗം നിങ്ങളുടെ തലവര പൂർണ്ണമായും മാറ്റും. ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതലായി ആത്മവിശ്വാസം അനുഭവപ്പെടുകയും ഈശ്വരവിശ്വാസം സ്വയം വർദ്ധിക്കുന്നതായും തോന്നുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നല്ല വാർത്തകൾ കേൾക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതും ഈ ഒരു മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഭാഗ്യത്തിൻ്റെ സൂചന തന്നെയാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 1, 10, 19 എന്നിവയാണ്. നിങ്ങളുടെ ജാതകത്തിൽ തെളിഞ്ഞിരിക്കുന്ന ഈ ഭാഗ്യത്തിൻ്റെ ആക്കം കൂട്ടുന്നതിനായി ഈ ഒരു മെയ് 23-ാം തീയതി ശനിയാഴ്ച ഇന്നേ ദിവസം നിങ്ങൾ ഒരു ഭദ്രകാളി ക്ഷേത്രം സന്ദർശിച്ച് അമ്മയോട് പ്രാർത്ഥിക്കേണ്ടതാണ്. അന്നേ ദിവസം നിങ്ങൾ ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അഞ്ചാമതായി ഈ ലിസ്റ്റിൽ വരുന്നത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾ നിലവിൽ വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരമില്ലാത്ത ഒട്ടനവധി ചോദ്യങ്ങളാണ് ഇപ്പോഴുള്ളത്.
എന്തൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയെല്ലാം പ്രതിസന്ധികൾ മാത്രമാണ് ഉണ്ടാകുന്നത്. സന്തോഷിക്കുവാൻ ഒരവസരവും ലഭിക്കാത്ത ദൗർഭാഗ്യങ്ങൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്ന ഉത്രം നക്ഷത്രക്കാരുടെ തലവര തെളിയുന്ന ദിവസമാണ് ഈ മെയ് 23 ശനിയാഴ്ച. മെയ് 23-ാം തീയതി ഇന്നത്തെ ദിവസം പുലരുന്നത് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ അതിശക്തമായി ഉണ്ടാകും. അത്തരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ ഭാഗ്യത്തിൻ്റെ സൂചന തന്നെയാണ്. 2, 4, 15 എന്നിവയാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ. ഈ ഒരു ദിവസം നിങ്ങൾ ശനിയാഴ്ച രാവിലെ തന്നെ സൂര്യഭഗവാനെ വണങ്ങി പ്രാർത്ഥിക്കുന്നത് നിങ്ങളിലെ ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കുവാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾ ഓറഞ്ച് നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് അത്യുത്തമമാണ്. 6ാമതായി ലോട്ടറി ഭാഗ്യം വരുന്നത് ചിത്ര നക്ഷത്രക്കാർക്കാണ്. ചിത്ര നക്ഷത്രത്തിന് പിറന്നവർ ജീവിതത്തെക്കുറിച്ച് ഒട്ടനവധി സ്വപ്നങ്ങളും ആഗ്രഹവും ഉള്ളവരാണ്. എന്നാൽ സാമ്പത്തിക പരിമിതികൾ കാരണം സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെക്കേണ്ടി വന്ന അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ മെയ് 23-ാം തീയതി ഇന്നേ ദിവസം ശനിയാഴ്ച നിങ്ങൾക്ക് പോലും അവിശ്വസനീയമായി തോന്നുന്ന വലിയൊരു ധനനേട്ടം ലോട്ടറിയിലൂടെ വന്നു ചേരും. ഈ ദിവസത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്നും കാണാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയെ അപ്രതീക്ഷിതമായി കാണാൻ സാധിക്കും. കൂടാതെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു വലിയ ഉത്സാഹവും ഉണർവും അനുഭവപ്പെടുന്നത് ശുഭ ലക്ഷണം തന്നെയാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 9, 18, 27 എന്നിവയാണ്. മെയ് 23-ാം തീയതി അതായത് ഇന്ന് ശനിയാഴ്ച ദിവസം ചിത്ര നക്ഷത്രക്കാർ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സന്ദർശിക്കുക. ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയും വേണം. ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ കൂടുതൽ ശക്തമാക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾ നീല നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. 7ാമതായി ഈ മഹാഭാഗ്യ പട്ടികയിൽ വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ ജീവിതത്തിൽ ആശ്വസിക്കാൻ വക നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം വന്നിരുന്നെങ്കിലെന്ന് മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിക്കുന്നവരാണ്. അത്രയധികം ദയനീയമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഓരോ ദിവസവും ചെല്ലുന്തോറും കടബാധ്യതകൾ കൂടിക്കൂടി വരികയാണ്. എത്ര അധ്വാനിച്ചിട്ടും ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല. എങ്ങനെയുള്ള അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് വലിയൊരു ആശ്വാസമായി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയ ചില കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കും എന്നൊരു പോസിറ്റീവ് ചിന്ത ഈ സമയത്ത് മനസ്സിൽ ശക്തമായി വരും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 2, 11 എന്നിവയാണ്. 23 ശനിയാഴ്ച ദിവസം നിങ്ങളൊരു ശിവക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനെ വണങ്ങി പ്രാർത്ഥിക്കേണ്ടതാണ്. അത് ഭാഗ്യം ഇരട്ടിപ്പിക്കും. ഇന്നേ ദിവസം ഇളം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. ഇനി 8ാമതായി മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാർക്കാണ്. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ലോട്ടറി ഭാഗ്യത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒട്ടനവധി പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഇതുവരെയുള്ള ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒട്ടേറെ കണ്ണുനീർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക തടസ്സങ്ങൾ കൊണ്ടും കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടും കടുത്ത ദുരിതങ്ങൾ അനുഭവിച്ച ഉത്രാടം നക്ഷത്രക്കാരുടെ കഷ്ടപ്പാടുകൾ ഇപ്പോൾ ഒരു അറുതി വരാൻ പോവുകയാണ്. എന്തോ ഒരു നല്ല കാര്യം വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുമെന്നൊരു അതിശക്തമായ ചിന്ത ഈ ദിവസങ്ങളിൽ തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിൽ വന്നിട്ടുണ്ടായെങ്കിൽ നിങ്ങൾക്ക് അതൊരു ശുഭലക്ഷണമായി കണക്കാക്കാം. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 4, 13, 22 എന്നിവയാണ്. നിങ്ങൾ ഈ ദിവസം ഒരു ഗണപതി ക്ഷേത്രം സന്ദർശിച്ച് വിഘ്ന നിവാരണത്തിനായി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. അന്നേ ദിവസം നിങ്ങൾ ഓറഞ്ച് നിറത്തിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യദായകമാണ്. ഇനി 9ാമതായും അവസാനമായും ഈ വലിയ ലോട്ടറി യോഗം നിലനിൽക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്നവർ വലിയ രീതിയിലുള്ള കടബാധ്യതകൾ കാരണം ഒരു മനസമാധാനമില്ലാതെ കഴിയുന്നവരാണ്. ഈ കടബാധ്യതകൾ മാത്രം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന് നിങ്ങൾ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഭഗവാൻ മറുപടി നൽകുന്ന സമയമാണിത്. വരാൻ പോകുന്ന ഈ വലിയ ഭാഗ്യത്തിന് മുന്നോടിയായി പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ മനസ്സിൽ എന്തെങ്കിലും വല്ലാത്തൊരു സന്തോഷം അനുഭവപ്പെടും. ഭഗവാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിത്തരുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 8, 17, 26 എന്നിവയാണ്. നിങ്ങൾ ശനിയാഴ്ച ദിവസം തന്നെ ഒരു ദുർഗാക്ഷേത്രം സന്ദർശിക്കുകയും അമ്മയുടെ മുന്നിൽ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുകയും വേണം. അത് നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇന്നേ ദിവസം നിങ്ങൾ ചുവപ്പ് വസ്ത്രം ധരിക്കുന്നത് അതീവ ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് അശ്വതി, മകൈര്യം, പുണർദം, മകം, ഉത്രം, ചിത്തിര, അനിഴം, ഉത്രാടം, പൂരുരുട്ടാതി എന്നീ 9 നക്ഷത്രക്കാരുടെ ജാതകത്തിൽ തെളിഞ്ഞിരിക്കുന്ന മഹാരാജ്യത്തെക്കുറിച്ചാണ്. ഈ മെയ് 23-ാം തീയതി ശനിയാഴ്ച ഇവർക്ക് വലിയൊരു ധനവരവുണ്ടാകാൻ പോവുകയാണ്. ജ്യോതിഷം എന്നത് ഒരു വഴികാട്ടിയാണ്. എന്നാൽ അതിനൊപ്പം തന്നെ ഈശ്വര വിശ്വാസവും കർമ്മശുദ്ധിയും പ്രധാനമാണ്. പ്രപഞ്ചശക്തി നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കില്ല. നിങ്ങളിൽ തെളിഞ്ഞിരിക്കുന്ന ഈ ഭാഗ്യം പൂർണ്ണമായി അനുഭവത്തിൽ വരണമെങ്കിൽ നാം പരാമർശിച്ച ക്ഷേത്രങ്ങളും പ്രാർത്ഥനകളും കൃത്യമായി ചെയ്യുക. ശുഭചിന്തയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടിയും മുന്നോട്ട് പോവുക. നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക. ഭാഗ്യസുക്തം പോലുള്ള വഴിപാടുകൾ വേണ്ടവർ നേരത്തെ പരാമർശിച്ചതുപോലെ നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ നിന്ന് ദോഷങ്ങളെല്ലാം നീങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം.
നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.